ഒരു പ്രചോദനമാണ്, ഒരു പ്രേരണയാണ്, ഒരു പ്രതീക്ഷയാണ് ശ്യാംബാബു. അതുകൊണ്ട് തന്നെ ഈ ഭാരതത്തെ ഇന്നും നിലനിർത്തുന്നതിൽ ശ്രദ്ധേയമായ പങ്ക് വഹിച്ച ഒരു മഹാത്മാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ സ്മരിക്കുന്നതും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഉന്നതമായ ആശയാദർശങ്ങൾ ഓർക്കുന്നതും തീർച്ചയായും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു ശക്തി പകരും. ഇന്ന് നാം കാണുന്ന പലതും നേടിയെടുക്കുന്നതിന് പിന്നിൽ ശ്യാംബാബുവിൻ്റെ കരുത്തുറ്റ കരങ്ങളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കാശ്മീർ നമ്മുടെ ഭാഗമാണ്. കാശ്മീർ മറ്റൊന്നാണ്, അത് വേറൊരു രാജ്യമായി കണക്കാക്കണം എന്ന ആശയഗതികൾ വെച്ച് പുലർത്തിയവരാണ് കോൺഗ്രസും CPM. പ്രത്യേകം ഭരണഘടന, പ്രത്യേകം പ്രധാനമന്ത്രി, പ്രത്യേകം പതാക, ഇതെല്ലാം വകവെച്ചു കൊടുക്കുകയും ന്യായീകരിക്കുകയും ചെയ്തവരാണ് CPM കോൺഗ്രസും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ഒരു വിഘടനവാദത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത്. കോൺഗ്രസും അത് ആ നയം തന്നെയാണ് അനുവർത്തിച്ചു പോകുന്നത്. പക്ഷെ ഭാരതം ഒന്നാണ്. നമുക്കൊരു ഭരണഘടന, ഒരു പതാക, ഒരു രാഷ്ട്രം, ഒരു പ്രധാനമന്ത്രി. ആ ഒരാശയം മുന്നോട്ടേക്ക് വെച്ച് ഒരുമയുടെയും ഏകാത്മതയുടെയും അഖണ്ഡതയുടെയും സുരക്ഷിതത്വത്തിൻ്റെയും സഹജീവനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഉജ്ജ്വലമായ ആശയം മുന്നോട്ടേക്ക് വെച്ച് അന്ന് പോരാട്ടം നടത്തിയെങ്കിൽ ഇന്നത് സാധ്യതമായിരിക്കും. അദ്ദേഹം ഒരു പ്രചോദനമാണ്, ഒരു പ്രേരണയാണ്, ഒരു പ്രതീക്ഷയാണ് ശ്യാംബാബു. അതുകൊണ്ട് തന്നെ ഈ ഭാരതത്തെ ഇന്നും നിലനിർത്തുന്നതിൽ ശ്രദ്ധേയമായ പങ്ക് വഹിച്ച ഒരു മഹാത്മാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ സ്മരിക്കുന്നതും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഉന്നതമായ ആശയാദർശങ്ങൾ ഓർക്കുന്നതും തീർച്ചയായും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു ശക്തി പകരും. ഇന്ന് നാം കാണുന്ന പലതും നേടിയെടുക്കുന്നതിന് പിന്നിൽ ശ്യാംബാബുവിൻ്റെ കരുത്തുറ്റ കരങ്ങളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കാശ്മീർ നമ്മുടെ ഭാഗമാണ്. കാശ്മീർ മറ്റൊന്നാണ്, അത് വേറൊരു രാജ്യമായി കണക്കാക്കണം എന്ന ആശയഗതികൾ വെച്ച് പുലർത്തിയവരാണ് കോൺഗ്രസും CPM. പ്രത്യേകം ഭരണഘടന, പ്രത്യേകം പ്രധാനമന്ത്രി, പ്രത്യേകം പതാക, ഇതെല്ലാം വകവെച്ചു കൊടുക്കുകയും ന്യായീകരിക്കുകയും ചെയ്തവരാണ് CPM കോൺഗ്രസും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ഒരു വിഘടനവാദത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത്. കോൺഗ്രസും അത് ആ നയം തന്നെയാണ് അനുവർത്തിച്ചു പോകുന്നത്. പക്ഷെ ഭാരതം ഒന്നാണ്. നമുക്കൊരു ഭരണഘടന, ഒരു പതാക, ഒരു രാഷ്ട്രം, ഒരു പ്രധാനമന്ത്രി. ആ ഒരാശയം മുന്നോട്ടേക്ക് വെച്ച് ഒരുമയുടെയും ഏകാത്മതയുടെയും അഖണ്ഡതയുടെയും സുരക്ഷിതത്വത്തിൻ്റെയും സഹജീവനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഉജ്ജ്വലമായ ആശയം മുന്നോട്ടേക്ക് വെച്ച് അന്ന് പോരാട്ടം നടത്തിയെങ്കിൽ ഇന്നത് സാധ്യതമായിരിക്കും. അദ്ദേഹം